Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something good in your life today. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ Hope you പോവുകയാണ്. are enjoying Blessing Today episodes. ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. We have programs in the morning and in the evening every day. നമുക്ക് രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. It is like double dose coming to you. ഇത് നിങ്ങൾക്ക് ഡബിൾ ഡോസ് ആയിട്ടാണ് നിങ്ങളിലേക്ക് I have വരുന്നത്. a comment received from, there are so many hundreds of comments coming, but a selected few. This one is from Shinsi Thomas. എനിക്ക് ചില കമൻസുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമൻറ്റാണ് ഷിൻസിയുടെ ഒരു കമൻറ്റാണ്. Hi Pastor, thanks for the special prayers you are conducting in every evening. എല്ലാ ദിവസവും വൈകുന്നേരം പാസ്റ്റർ ഡാമിൻ നടത്തുന്ന മീറ്റിങ്ങിന് ഞാൻ വളരെയധികം നന്ദി. Just the prayer and the message give us enough strength and encouragement to go on. അതിനകത്തുള്ള പ്രാർത്ഥനയും അതുപോലെ സന്ദേശങ്ങളും മുന്നോട്ട് പോകുവാൻ കുതിക്കുവാനുള്ള വലിയ ധൈര്യവും ഉറപ്പും ഞങ്ങൾക്ക് നൽകുന്നു. As there are too many horrible things we hear these days. കാരണം ഈ ദിവസങ്ങളിൽ വളരെ വൈഷമ്യമേറിയ ഒത്തിരി കാര്യങ്ങളാണ്, ഭയാനകമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. Your message about the anchor of the soul has also renewed our faith in the Lord. അതുപോലെ തന്നെ ആത്മാവിൻ്റെ നങ്കൂരം എന്ന് പറയുന്ന അങ്ങയുടെ സന്ദേശവും ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കുവാനായിട്ട് കാരണമായി തീർന്നു. I look forward every day to attend the evening meeting. എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. The morning glory about the series on Jesus' life has also answered so many questions. അതുപോലെ തന്നെ മോർണിംഗ് ഗ്ലോറിയിലൂടെ യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എൻ്റെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. Which non-believers have asked me and I sometimes did not have an answer. പലപ്പോഴും അവിശ്വാസികൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടാതെ നിന്നുപോയ കാര്യങ്ങളാണ് താങ്കൾ എന്നെ പഠിപ്പിക്കുന്നത്. It has been a blessing to me and my family. My husband has also started to attend this series and he also loves it. ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ അനുഗ്രഹമാണ്. എൻ്റെ ഭർത്താവും ഈ അടുത്തിടെയായിട്ട് ഇത് കാണുവാനും അത് വീക്ഷിക്കുവാനും ആരംഭിച്ചിരിക്കുകയാണ്. And thanks for your dedication and time and your family take to put all these things together. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം ഇതിനു വേണ്ടി എടുക്കുന്ന എല്ലാറ്റിനുമായിട്ട് പ്രത്യേകമായി നന്ദി. Thank you so much, Shinsi Thomas. ഷിൻസി തോമസിനോടുള്ള പ്രത്യേകമായി നന്ദി. Actually, we are also looking forward to your comments because we want to know how these episodes, these messages, these programs are beneficial to you. നിങ്ങളുടെയും ഇത്തരത്തിലുള്ള കമൻറ്റുകൾക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നറിയാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. And I believe this is a joint venture. We cannot do this alone. You have noticed that every day we have a set of sponsors supporting blessing to the financially move forward and reach out to the perishing world. എന്നാൽ ഇത് ഞങ്ങൾക്കൊരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ പോലെ ഒരു കൂട്ട് പ്രവർത്തനമാണ് ഈ ഒരു പ്രവർത്തനം. നിങ്ങളെപ്പോലെ പല ആളുകളും മുന്നിലേക്ക് വന്ന് ഇത് സ്പോൺസർ ചെയ്തതുകൊണ്ടാണ്, സ്പോൺസേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. All right, we are going to pray for today's sponsors. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമുക്ക് ഒരു സ്പോൺസറാണ് ഇന്നുള്ളത്. അങ്കമാലിയിൽ നിന്ന് ജാസ്മിൻ ബാബു ആണ് ഇന്നത്തെ. Thank you so much, Jasmine Babu. ഇന്ന് അവരുടെ മകൾ മരിയയുടെ ജന്മദിനമാണ്. Wow, many happy returns of the day, Maria. കർത്താവെ, ദൈവം ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവെ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. മകളുടെയും കുടുംബത്തിൻ്റെയും ആത്മീയവും ഭൗതികമായ എല്ലാ അനുഗ്രഹത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Thank you so much, sponsors, once again. ഒരിക്കൽ കൂടെ എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. Let us worship the Almighty God right now. സർവശക്തനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാം. ചേർന്ന് നമ്മുടെ സഹായകനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. വചനം പറഞ്ഞ നമ്മുടെ സഹായം വരുന്നത് അത് ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച ദൈവത്തിൽ നിന്ന് അത്രേ. ആമേൻ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും.
അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും, എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ, കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും, മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും, ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ചേർത്ത് പാടിയാലും യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും, എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. All right, we are continuing with Jesus' uniqueness in his mission. യേശു കർത്താവിൻ്റെ ദൗത്യത്തിലെ നിസ്തുല്യത എന്ന് പറയുന്ന കാര്യം നമ്മൾ വീണ്ടും തുടരുകയാണ്. We already saw 16 of them. അതിൽ 16 നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. And this is 17th coming to you. ഇനിയിപ്പോൾ 17ാമത്തെയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് If you വരുന്നത്. missed the previous ones, go to the previous episodes, yesterday's and before that. You can go. Everything is listed in the YouTube channel. And then come back and watch this. നിങ്ങളിതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ കഴിഞ്ഞ ആഴ്ചയിലേതോ അതിന് മുന്നത്തെ എല്ലാം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് വീണ്ടും മടങ്ങി വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Number 17, Jesus came into this world to give us eternal life. 17ാമത്തെ കാര്യം, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ്. John 17 verse number 2. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം. Jesus is talking to his Father. യേശു കർത്താവ് തന്റെ പിതാവിനോട് സംസാരിക്കുന്ന ഭാഗമാണ്. And in his prayer he says, you granted him authority over all people, that he might give eternal life to all those who have given him. അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. When a person is naturally, physically born into this world, that person gets physical life in the body. ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ട് ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ജീവൻ ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണ്. That life
is growing in that baby, and the baby becomes a boy or a girl, then he or she moves to adolescence, then youth stage, then the middle age, maybe the old age, and the life goes. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉള്ള ജീവൻ അത് ആ കുഞ്ഞ് വളരുകയാണ്. വളരുമ്പോൾ ശൈശവ കാലഘട്ടത്തിൽ നിന്നും കൗമാര കാലഘട്ടത്തിലേക്ക് പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴും ജീവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അത് കടന്നു പോകുന്നു. But Jesus said in John chapter 3 to Nicodemus in a secret get together with the Lord Jesus, the greatest rabbi, and this rabbi, Jesus said, you have to be born again. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ രാത്രിയിലുള്ള രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കടന്നു വന്ന അക്കാലത്തെ റബി ആയിരുന്ന നിക്കോദമോസ് എന്ന് പറയുന്ന വ്യക്തിയോട് യേശു പറയുന്നത് നീ വീണ്ടും ജനിക്കണമെന്നാണ്. You know the story very well. നിങ്ങൾക്ക് ആ കഥയൊക്കെ നന്നായിട്ട് He was അറിയാമല്ലോ. shocked to hear that. അവൻ ഇത് കേട്ടപ്പോൾ വല്ലാതെ ഞെട്ടിത്തിരിച്ചു പോയി. Because he was already an adult man. കാരണം അവൻ ഇപ്പോഴേ തന്നെ ഒരു മുതിർന്ന വ്യക്തിയാണ്. How can I go back to the womb of my mother and come again? ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് ഞാൻ എങ്ങനെ മടങ്ങിപ്പോയി ഇരുന്നിട്ട് തിരിച്ചു വരും എന്നാണ് താൻ ചോദിക്കുന്നത്. After conception, a boy to be born into this world, a baby to be born into this world, that baby will take a minimum 9 months. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴണമെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ഏതാണ്ട് 9 മാസത്തോളം തനിക്കായിരിക്കണം. But Jesus was talking about spiritual birth. എന്നാൽ യേശു കർത്താവ് സത്യത്തിൽ അവിടെ സംസാരിച്ചത് ആത്മീക ജനനത്തെക്കുറിച്ചാണ്. Jesus said, just like the wind comes and goes, that will be like the person who will be born again. That means very quick. അവിടെ യേശു കർത്താവ് പറഞ്ഞ കാറ്റ് വരികയും കാറ്റ് പോവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി. വളരെ എളുപ്പമാണ് വരികയും പോവുകയും ചെയ്യുന്നത്. So Jesus was talking about a particular birth, a supernatural birth, where Jesus said, you have to be born by the Spirit and by the water. അതുകൊണ്ട് യേശു കർത്താവ് വ്യത്യസ്തമായ അസ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃത്യാതീതമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള ഒരു ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ജനനത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലുമാണ് അത് സംഭവിക്കുന്നതെന്ന് പറയുന്നു. Water there represents the word. ഇവിടെ വെള്ളം കാണിക്കുന്നത് ദൈവവചനത്തെയാണ്. All right, and for that you need only some moments. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ചില നിമിഷങ്ങൾ മാത്രമാണ്. The Spirit comes, the word comes, that human spirit is born again. ദൈവത്തിൻ്റെ വചനം വരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു, അത് മനുഷ്യാത്മാവിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ജനിക്കുന്നു. Now this rebirth that Jesus is talking about is about getting eternal life, not a physical short life. ഇത് യേശു കർത്താവ് പറയുന്നത് ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചല്ല. But remember, this life comes through the Lord Jesus. എന്നാൽ ഓർക്കുക, ഈ ജീവൻ കടന്നു വരുന്നത് കർത്താവായ യേശുവിലൂടെയാണ്. Because he says, I have come to give you eternal life. കാരണം അവൻ പറയുന്നു, ഞാൻ നിത്യജീവൻ നൽകുവാനായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്. There is only one Savior to give us eternal life and this salvation. ഓർക്കുക, നമുക്ക് രക്ഷ നൽകുവാൻ, നിത്യജീവനെ നൽകുവാൻ ഒരൊറ്റ രക്ഷകനേയുള്ളൂ. Suppose God is saying, anyone who is not keeping the commandment, the 10 commandments, will not go to heaven, will not have eternal life. ഉദാഹരണമായിട്ട് ദൈവം പറയുകയാണെന്ന് കരുതുക, 10 കൽപ്പനകൾ അനുസരിക്കാത്ത വ്യക്തി സ്വർഗത്തിലേക്ക് പോവുകയില്ല. How many of us will be saved? അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും? How many of us will have eternal life? നിങ്ങൾ എത്ര പേർക്ക് നിത്യജീവൻ സ്വീകരിക്കാൻ സാധിക്കും? Okay, let it go. If God says you have to get a pass for 1 lakh rupees, then you can go to heaven. ഇനിയിപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഒരു പാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും? Maybe many people have that capacity, only they will go.
ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അതിനുള്ള കഴിവുണ്ടായിരിക്കും, അവർ മാത്രമേ കടന്നു പോകുകയുള്ളൂ. A lot of people, they do not have even 5 rupees with them. How can they go? എന്നാൽ ഒത്തിരി ആളുകൾക്ക് കയ്യിൽ ഒരു 5 രൂപ പോലും ഇല്ലാത്ത എത്ര പേർക്ക് ഈ കാര്യത്തിൽ പോകുവാൻ സാധിക്കും? If God says, okay, you can go to heaven, but at least once you have to go to Israel and go to Jerusalem and you have to worship in the temple there. ഇനിയിപ്പോൾ ദൈവം പറയുകയാണെന്ന് ഓർക്കുക, നിങ്ങൾ ഇസ്രായേലിലേക്ക് പോയി ചെന്ന് അവിടുത്തെ ദൈവാലയത്തിൽ ഒരു ആരാധനയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം. So that means the commandments cannot save us. Obeying the commandments will not save us. അതിന്റെ അർത്ഥം കൽപ്പനകൾ 10 കൽപ്പനകൾ അനുസരിക്കുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. Because in the whole history nobody has obeyed the commandments fully. അതിന്റെ അർത്ഥം ചരിത്രത്തിൽ ഉടനീളം നാം നോക്കിയാൽ ആരും തന്നെ ഈ 10 കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചതായിട്ട് കാണുവാൻ സാധിക്കില്ല. And your money cannot take you to heaven. അതുമാത്രമല്ല നിങ്ങളുടെ ധനത്തിന് നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തുവാൻ സാധ്യമല്ല. And not only that, your pilgrimages will not take you to heaven. അതുമാത്രമല്ല നിങ്ങളുടെ തീർത്ഥാടന യാത്രകൾക്കും നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധ്യമല്ല. But I can tell you one person who can take you to heaven. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു വ്യക്തിക്ക് നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. That is our Savior. അത് നമ്മുടെ രക്ഷകനാണ്. He says, I have come to give you eternal life. അവൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. Amen. Coming to number 18. ഇനിയിപ്പോൾ 18-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. Jesus says, I have come to serve men. യേശു പറയുന്നു, ഞാൻ മനുഷ്യരെ സേവിക്കുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. Matthew 20 and verse number 28. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വചനം. Just as the Son of Man did not come to be served, but to serve and to give his life as a ransom for many. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. So there, the first part, Jesus has come to serve people. അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം, യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരെ സേവിക്കുവാനാണ്, ശുശ്രൂഷിക്കുവാനാണ്. And that Jesus introduced into this world a special kind of leadership for the first time, and that leadership is known as you know, servant leadership. ഇവിടെ യേശു കർത്താവ് ഒരു പ്രത്യേക വിധത്തിലുള്ള നേതൃത്വത്തെ ഇവിടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആ നേതൃത്വം എന്ന് പറയുന്നത് ദാസ്യ നേതൃത്വമാണ്. That means through serving people, becoming a leader. അതിൻ്റെ അർത്ഥം ജനങ്ങളെ സേവിക്കുന്നതിലൂടെ, ശുശ്രൂഷിക്കുന്നതിലൂടെ ഒരു നേതാവായി തീരുന്നു. That's what Jesus exemplified. അതാണ് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ വിശദീകരിച്ചത്. And the process and everything is written in Philippians chapter 2. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രക്രിയകളെ കുറിച്ച് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. You can write down verses 5 to 8. അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് എഴുതാം. You can read it later. നിങ്ങൾക്കത് പിന്നീട് വായിക്കാൻ സാധിക്കും. And Jesus even served his disciples. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചിരുന്നു. Jesus served the sinners. യേശു പാപികളെ ശുശ്രൂഷിച്ചു. Jesus served the sick people. രോഗികളെ ശുശ്രൂഷിച്ചു. Jesus served the poor people. ദരിദ്രരെ ശുശ്രൂഷിച്ചു. Jesus served the demon possessed people. പിശാച് ബാധ ഏറ്റവരെ ശുശ്രൂഷിച്ചു. Jesus served everyone. എല്ലാവരെയും യേശു ശുശ്രൂഷിച്ചു. So Jesus said, I have come into this world to serve people. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. So what should we draw from that? അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് അവനിൽ നിന്ന് പിടിച്ചെടുക്കാൻ We should സാധിക്കുന്നത്? also live to serve others. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്നവരായി നാമും മാറണം. Shall we take that decision today? ഇന്ന് നമുക്ക് ആ തീരുമാനം എടുക്കാൻ We സാധിക്കുമോ? can serve the humanity. നമുക്ക് മനുഷ്യരാശിയെ ശുശ്രൂഷിക്കാൻ We can സാധിക്കും. serve the community around us. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നമുക്ക് We സേവിക്കാൻ can സാധിക്കും. serve the afflicted people, the tormented people, the downtrodden people. തകർന്നും മുറിവേറ്റും വേദനിച്ചും ഇരിക്കുന്ന ജനങ്ങളെ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കും. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. Coming to number 19. ഇനി ഇപ്പോൾ 19-ാമത്തെ പേരിലേക്ക് വന്നാലോ. Oh, this is awesome. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. There we see Jesus says, I have come to bring grace and truth. ഇവിടെ യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് കൃപയും സത്യവും നൽകുവാൻ വേണ്ടിയിട്ടാണ്. John 1 and verse number 17. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ This is വചനം. not Jesus directly saying, but John, the gospel writer, the apostle, is writing for the law
was given through Moses. Grace and truth came through Jesus Christ. ഈ വചനഭാഗങ്ങൾ യേശു കർത്താവ് നേരിട്ട് സംസാരിച്ചതല്ല, എന്നാൽ യോഹന്നാൻ അപ്പസ്തോലൻ പറയുകയാണ്, ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം. That means God used Moses as a channel to bring the law into this world. കാരണം ദൈവം മോശയെ ഈ ലോകത്തിലേക്ക് ന്യായപ്രമാണം കൊണ്ടുവരുവാനുള്ള ഒരു മുഖാന്തരമാക്കി തീർത്തു. And because of the law was enforced, we now know that we need a salvation as a gift. ഈ നിയമം, ഈ ന്യായപ്രമാണം പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് നമുക്ക് സൗജന്യമായി ഒരു രക്ഷ വേണം എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടായി. So Moses brought the law. മോശെ ന്യായപ്രമാണത്തെ കൊണ്ടുവന്നു. But Jesus brought what? Not law, but grace and truth. എന്നാൽ യേശു കർത്താവ് എന്താണ് കൊണ്ടുവന്നത്? ന്യായപ്രമാണമല്ല, പകരം കൃപയും സത്യവുമാണ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. Now my question is, what are you bringing into this world? What am I bringing into this world? എൻ്റെ ചോദ്യം ഇതാണ്, ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്, ഞാൻ എന്താണ് കൊണ്ടുവന്നത്? Or will we allow God to download something into this world through us? നമ്മിലൂടെ എന്തെങ്കിലും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാം ദൈവത്തെ അനുവദിക്കുമോ? Shall we allow God to bring grace and truth into this world? ഈ ഭൂമിയിലേക്ക് കൃപയും സത്യവും കൊണ്ടുവരുവാനായി ദൈവത്തെ നാം അനുവദിക്കുമോ? Shall we allow God to bring peace into this world through us? ഈ ലോകത്തിലേക്ക് സമാധാനം നമ്മിലൂടെ കൊണ്ടുവരുവാൻ നാം ദൈവത്തെ അനുവദിക്കുമോ? Or joy or harmony? അല്ലെങ്കിൽ സന്തോഷവും അതുപോലെ തന്നെ ഒരുമയും, or healing for many people? അനേകർക്ക് രോഗസൗഖ്യങ്ങൾ. Can we become that channel? നാം അതിൻ്റെ ഒരു ചാനലുകളായിട്ട് മാറാൻ സാധിക്കുമോ? Hallelujah. Think about that. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, Pray about that. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാലും. The next one, 20. അടുത്തത് 20ാമത്തെ കാര്യമാണ്. Jesus says, we have seen it already, but Jesus came to destroy the devil's work. യേശു കർത്താവ് ഈ ഭൂമിയിൽ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. But we are going to read that verse once again. എന്നാൽ ആ വചനം നമ്മൾ ഒരിക്കൽ കൂടെ വായിക്കാൻ പോകുകയാണ്. 1 John chapter 3 and verse number 8. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8ാമത്തെ വചനം. He who does what is sinful is of the world, because the devil has been sinning from the beginning. The reason the Son of God appeared was to destroy the devil's work. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. One of the purposes of Jesus' coming into this world was to destroy the works of the devil. ഈ ഭൂമിയിലേക്ക് യേശു കർത്താവ് വരുന്നതിലുള്ള ദൗത്യങ്ങളിൽ ഒരു ദൗത്യമാണ് പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. From the beginning, the devil started to work in the lives of people, in this world, even in the environment, in the atmosphere, everywhere he wants to pollute. He wants to fill this earth with evil things. ഈ തുടക്കത്തിൽ അല്ലെങ്കിൽ ആരംഭങ്ങളിൽ നാം കാണാം, പിശാച് ആദ്യം മുതലേ തന്നെ മനുഷ്യരുടെ അതുപോലെ സകലത്തെയും നശിപ്പിക്കുവാൻ വേണ്ടി, സകലത്തെയും ദുഃഖത്തിലേക്ക് ആഴ്ത്തുവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. To fill this world with evil. അത് മാത്രമേ, ഈ ലോകം മുഴുവൻ ദുഷ്ടതയെ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. He brings sins, he brings sicknesses and curses, poverty. He brings battles and wars. He brings a lot of negative stuff, witchcraft and other things. രോഗങ്ങൾ, അതുപോലെ തന്നെ പാപങ്ങൾ, ശാപങ്ങൾ, യുദ്ധങ്ങൾ, മന്ത്രവാദം തുടങ്ങി ഒത്തിരി നെഗറ്റീവായ കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് അവൻ കൊണ്ടുവന്നു. And Jesus came to reverse the process. എന്നാൽ യേശു കർത്താവ് വന്ന് ഇതിനെല്ലാത്തിനെയും മാറ്റിമറിച്ചു. From the very beginning, on the first day, day one of his ministry, what he did was, in a synagogue, he casted out a demon. ആദ്യത്തെ ദിവസം, തൻ്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ ദിവസം സംഭവിച്ചെന്താണ്? സിനഗോഗിൽ പിശാച് ബാധയേറ്റ ഒരു വ്യക്തിയെ താൻ വിടുവിക്കുകയാണ് ചെയ്തത്. And from that time, he started
reversing the process, the works of the devil. ആ നിമിഷം മുതൽ ആ ദിവസം മുതൽ പിശാചിന്റെ പ്രവർത്തികൾ അവന്റെ പദ്ധതികളെ അവൻ അഴിക്കുവാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. Brother, sister, my question is there a work of the devil remaining in your life still? എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: പിശാചിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ടോ? Or in your family? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? Jesus is there ready to destroy the works of the devil. യേശു കർത്താവ് ഈ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ഇന്ന് തയ്യാറായി നിൽക്കുകയാണ്. Hallelujah. Hallelujah. So if you can point out to what in which area the devil is doing something, Jesus will come and destroy the devil's work right there. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് പിശാചിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടിയിട്ടാണ്. I think I should pray for that right now. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. Because in many areas of your life the devil has done something. The devil has constructed strongholds, etc. നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും പിശാച് ചില സ്ട്രോങ് ഹോൾഡുകൾ, ചില പ്രത്യേക ബന്ധനങ്ങൾ ഇട്ട് നിങ്ങളെ ഭാരപ്പെടുത്തിയിരിക്കുകയാണ്. But today it is going to be broken. എന്നാൽ ഇന്ന് അത് തകരപ്പെടുവാൻ പോകുകയാണ്. You may remember when we did Inside Out series, I was talking about different doors through which Satan can enter into a person's life. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരുവാനുള്ള വ്യത്യസ്തമായ വാതിലുകളെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. Okay, Satan got an entry. സാത്താന് ഒരു പ്രവേശനം കിട്ടി. Even into the Garden of Eden, Eve was opening a door. ഏദൻ തോട്ടത്തിലും ഹവ്വയാണ് അവിടെ പിശാചിന് വാതിൽ തുറന്നു കൊടുത്തത്. And because of that open door, the devil came into the first human family. ആ ഒരു തുറക്കപ്പെട്ട വാതിലിലൂടെ പിശാച് ആദ്യ കുടുംബത്തിലേക്ക് പ്രവേശനം നേടിയെടുത്തു. And knowingly or unknowingly, people are opening doors wide for the devils to come. ഇപ്പോൾ അറിഞ്ഞോ അറിയാതെ തന്നെ പിശാചിന് കടന്നു വരുവാനുള്ള വാതിലുകൾ ജനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. But today the Lord Jesus is coming there. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. The very purpose for which Jesus came into this world was to destroy the devil's works. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത് പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുക വേണ്ടിയിട്ടാണ്. And I see many people being afflicted with asthma and bronchial problems and lung related problems. ഒത്തിരി ആളുകളും ആസ്മയുടെ അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Right now the devil's works are destroyed in the name of Jesus and by the power of the Holy Spirit. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാ സാത്താന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In your physical body, in any part, if the devil has done a havoc, done any kind of harm, the Lord is destroying that devil's work. ഇപ്പോൾ ശരീരത്തിൽ പിശാചിന്റെ ഏതെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ, അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ യേശു കർത്താവ് ആ പദ്ധതികളെ പ്രവർത്തനങ്ങളെ അഴിച്ചൂരി വിടുകയാണ്. Right now we are using the authority God has given us. Amen. ഇപ്പോൾ തന്നെ യേശു നൽകിയ അധികാരത്തെ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. In the mighty name of Jesus, we cast out the devil from your life. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ പിശാചിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ പുറത്താക്കുകയാണ്. All kinds of witchcraft, all kinds of black magic, also all kinds of sorcery and all kinds of demonic activities we stop and cast out in Jesus name. എല്ലാ തരത്തിലുള്ള പിശാചിന്റെ പ്രവർത്തനങ്ങളെയും മന്ത്രവാദത്തെയും കൂടോത്രത്തെയും എല്ലാറ്റിനെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ അഴിച്ചു വിടുകയാണ്. You can receive that deliverance right now. ഈ സമയത്ത് ആ വിടുതലുകളെ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. Stand up on your feet, shout hallelujah and declare to the whole world the devil is out of your life. ഇപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്പോൾ ലോകത്തെ മുഴുവൻ നോക്കിക്കൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുവാൻ തുടങ്ങിയാലും
The devil is out of your life. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. Hallelujah. Hallelujah. And you can declare your home, your family, your life as a demon-free zone. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിശാചിൽ നിന്ന് പിശാചില്ലാത്ത ഒരു ഭവനമായിട്ട്, ഒരു ഫ്രീ സോണായിട്ട് നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ സാധിക്കും. Hallelujah. Start praising the Lord right now. ഇപ്പോൾ തന്നെ കർത്താവിന് സ്തുതി കൊടുക്കുവാൻ തുടങ്ങിയാലും at the top of your lungs scream out praises to the Lord. ഈ സമയത്ത് ഉയർന്ന ശബ്ദത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങിയാലും Hallelujah. Hallelujah. In Jesus name, in Jesus name, in Jesus name receive your breakthroughs, healings, miracles. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതലുകളെ, അനുഗ്രഹങ്ങളെ ഇപ്പോൾ പ്രാപിക്കാൻ തുടങ്ങിയാലും. Amen. Amen. You can testify what is happening with you. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ദയവായി അറിയിക്കുക. You call up the prayer line right now. പ്രയർ ലൈനിൽ വിളിച്ചറിയിക്കുക. Or send an audio message or a text message to Blessing Today WhatsApp number. അല്ലെങ്കിൽ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ബ്ലെസ്സിംഗ് ടുഡേ വാട്സ്ആപ്പ് നമ്പറിൽ അയക്കുക. When the live program is over, you can put your experiences, your comments, suggestions, etc. in the comment section. അതുപോലെ തന്നെ ലൈവ് പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിന് ശേഷമായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒക്കെ കമന്റ് സെക്ഷനിൽ ദയവായി കമന്റ് ചെയ്യുക. Hallelujah. Hallelujah. And if you are blessed, you can sponsor some of these episodes. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിന്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. You can go to Amazon and get Blessing Today books. നിങ്ങൾക്ക് ആമസോണിൽ കടന്നു ചെല്ലാം ബ്ലെസ്സിംഗ് ടുഡേ പുസ്തകങ്ങൾ വാങ്ങാൻ സാധിക്കും. Especially get my prayer diary. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥന ഡയറി വാങ്ങിയാലും. Okay, God bless you. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ചേർത്ത് പാടിയാലും യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും.